ജീവിതത്തിൽ ഏറ്റവും വെറുത്ത പേര് എന്ന് പറയുന്നത് കൃഷ്ണൻ എന്നുള്ള, അല്ല കൃഷ്ണൻ എന്നല്ല കണ്ണൻ എന്നുള്ള പേരാണ്. എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ എന്നെ കണ്ണാന്നാ വിളിക്കുക. ഇത് ഹിന്ദുക്കളൊരു ദൈവമാണെന്ന് എനിക്കറിയാം, അത് ഏതാ സാധനം എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഒരു മുസ്ലിം സ്ത്രീ അല്ലെ ഒരു മുസ്ലിം വ്യക്തി കൃഷ്ണനെ വരയ്ക്കുമ്പോൾ എവിടെയാ പറ്റിക്കലായി വന്നത്? എൻ്റെ മതത്തോടുകൂടെ മറ്റൊരു മതത്തെയും കൂടി ചേർത്ത് പിടിക്കുന്ന അല്ലെ സ്നേഹിക്കുന്നതിൽ എന്താ തെറ്റ് കാണുന്നത്? ഒരു ഫംഗ്ഷന് പോയാൽ ഒരാൾ കണ്ണാന്ന് വിളിച്ചാൽ മതി, ബേക്കുന്ന് കണ്ണാന്ന് വിളിച്ച് ഇങ്ങനെ ഒലങ്ങ് തുടങ്ങിക്കോളും. ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പം ഓരോരുത്തന്മാരിങ്ങനെ വിളിക്കും കണ്ണാ. പടച്ചോനെ, ഇത് പോണൊരു ദേഷ്യം പിടിച്ചൊരു പേര് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ഇത് പോണ വെറുത്തൊരു പേര്, എനിക്ക് എതിർപ്പ് കൂടുതൽ. ആദ്യം എൻ്റെ മതത്തിന് മാത്രമേ ഉള്ളൂ, ഇപ്പം ഹിന്ദു മതസ്ഥരോട് എതിർപ്പായിട്ട് വരുന്നു. ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുകയാണോ അല്ലേ? അതെന്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നതെന്ന് എനിക്കറിയില്ല. അവക്കെന്തെങ്കിലും മതപരമായിട്ട് കിട്ടുകയാണെങ്കിൽ ഓളെ ഖബറിൽ ഓളെ ഉണ്ടാവുള്ളൂ, ഓളങ്ങ് അനുഭവിച്ചോളൂ. ഇല്ല, സമൂഹം എന്നെ 2 കല്യാണം കഴിപ്പിച്ചു. ഞാൻ നിലവിലൊരു കല്യാണമേ കഴിച്ചിട്ടുള്ളൂ. ആളുടെ പേര് സലീം എന്നാണ്. ഇപ്പോൾ ഭർത്താവിൻ്റെ പേര് അരുൺ എന്നുള്ള പേര് പിന്നീട് അത് സലീം എന്നാക്കി എന്നായിരുന്നു അടുത്തൊരു പ്രചരണം, കാര്യങ്ങളും ഗോസിപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷമമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഇല്ല, സമൂഹം എന്നെ 2 കല്യാണം കഴിപ്പിച്ചു. ഞാൻ നിലവിലൊരു കല്യാണമേ കഴിച്ചിട്ടുള്ളൂ. ആളുടെ പേര് സലീം എന്നാണ്. ആള് ദുബായിൽ വർക്ക് ചെയ്യാണ്. ഇപ്പം ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് കൊണ്ട് എന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അന്നപ്പോൾ നാട്ടിലിപ്പം 15 ദിവസം നാട്ടിലുണ്ടായിരുന്നു. പിന്നെ ആൾ തിരിച്ചു പോയതാണ്. ഈ അരുൺ എന്ന് പറയുന്നത് എൻ്റെ അനിയനാണ്, കസിൻ ബ്രദറാണ്. അപ്പോൾ ഇവൻ്റെ കൂടെയുള്ള വീഡിയോ മാത്രമാണ് ഞാൻ പുറത്ത് വിടുന്നത്. ഈ സലീമിനെ പുറത്ത് വിടുന്നില്ല, സലീമിനെയോ മക്കളെയോ പുറത്ത് വിടുന്നില്ല. അപ്പം നമ്മുടെ സമൂഹത്തിനൊരു തെറ്റിദ്ധാരണ ഉണ്ട്, ഭർത്താവിൻ്റെയോ കുഞ്ഞുങ്ങളുടെയോ ഫോട്ടോ പുറത്ത് വിട്ടിട്ടില്ലേ അവൾക്ക് ഭർത്താവും കുഞ്ഞുമില്ല, വേറൊരു വാക്കുമില്ല, അവിടെ ഓല് തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, ഓലില്ല എന്നുള്ളത് സമൂഹം വിധി എഴുതുന്നതാണ്. അപ്പം ഞാൻ ഈ കസിൻ ബ്രദർ അരുണ് എന്ന് പറയാൻ കാരണം അരുണിൻ്റെ ഫാദർ മുസ്ലിമും മദർ ഹിന്ദുവാണ്. അപ്പം അവൻ്റെ അമ്മയുടെ മതം ഇഷ്ടപ്പെട്ടു, അത് സ്വീകരിച്ചു. എന്ന് വെച്ചാൽ ഫാദർ മതം മാറാനൊന്നും പോയിട്ടില്ല. ഫാദർ ഇപ്പോഴും മുസ്ലിമായിട്ട് ജീവിക്കുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ഇവനാണ് എൻ്റെ കൂടെ എല്ലായിടത്തും വരുന്നത്. ഇവൻ്റെ കൂടെയാണ് ഞാൻ വീഡിയോ ചെയ്തിടുന്നത്. ഇവൻ്റെ കൂടെ എന്നല്ല കേട്ടോ, ഞാൻ എൻ്റെ സഹോദരിയുടെ മകൻ്റെ കൂടെയൊക്കെ വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോ ഇവൻ്റെ കൂടെ ആയതുകൊണ്ട് അരുണിനെ ഞാൻ സലീം എന്നുള്ള പേരാക്കി കൊടുക്കുക. എനിക്ക് ID കാർഡ് കാണിക്കേണ്ട അവസ്ഥ വന്നു. കാരണം സലീമിനെ എന്തായാലും ഞാൻ പുറത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടില്ല. അതിന് ആൾക്കാർ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കോട്ടെ. കാരണം എനിക്ക് ഭർത്താവ് ഉണ്ട് എന്നുള്ളത് എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും അറിയാവുന്നതാണ്. അത് സലീമാണെന്നും അറിയാം, സലീമിന് എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ സമൂഹത്തിനെ എന്തിനും ബോധ്യപ്പെടുത്തണം? ഞാൻ എന്നിട്ട് നാളെ പ്രസ് മീറ്റ് വിളിച്ച സമയത്ത് ഞാൻ ID കാർഡ് കാണിച്ചു. എൻ്റെ ID കാർഡിൽ വൈഫ് ഓഫ് അബ്ദുൽ സലീം എന്നാണുള്ളത്. അങ്ങനെയാണ് ID കാർഡിൽ എങ്ങനെ അരുൺ നല്ലേ വരുള്ളൂ? എൻ്റെ ഭർത്താവ് അരുണാണെങ്കിൽ പുറമെ നമുക്ക് ആരെയും പേര് എന്തും മാറ്റാം. എന്നെ ഇപ്പോൾ പണ്ടേ തൊട്ട് വീട്ടിൽ കണ്ണാന്ന് വിളിക്കുക, ഇപ്പോൾ പലരും എന്നെ കണ്ണാന്ന് വിളിക്കുന്നുണ്ട്. എൻ്റെ ID കാർഡിൽ ജസ്റ്റ് ഞാനല്ലേ ഉള്ളത്. യഥാർത്ഥം എന്താണോ അതല്ലേ ID കാർഡിൽ ഉണ്ടാവുക. ആധാർ കാർഡാണ് ഞാൻ കൊണ്ടുവച്ച് കാണിച്ചത്. ഇനി ID വ്യാജമാണെന്ന് പറയേണ്ട ആധാറാണ്. ഈ എന്താ പറയുക, കണ്ണൻ്റെ ഫോട്ടോ വരയ്ക്കുമ്പോഴേക്കൊക്കെ ആദ്യമൊക്കെ വീട്ടിൽ ഭയങ്കര എതിർപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. വീട്ടിലിപ്പോഴും എതിർപ്പുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം വീട്ടിലല്ല കേട്ടോ, ഈ സോഷ്യൽ മീഡിയയിൽ വന്നൊരു സംഭവമാണ്. എനിക്ക് സഹോദരന്മാരില്ല, പിന്നെ സഹോദരൻ എങ്ങനെ മോശമായിട്ട് സംസാരിച്ചു, എനിക്ക് ഉമ്മയും വാപ്പയും ഇല്ല, പിന്നെ ഞാൻ ആർക്ക് വീട് വെച്ച് കൊടുക്കുന്നു, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എനിക്കിപ്പോഴും എപ്പോഴും എതിർപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഉമ്മ കുടുംബമാണ്. എൻ്റെ ഉമ്മ കുടുംബത്തിലേടെ ഇന്നെ കയറ്റൂല, ഒരു ഫംഗ്ഷന് എന്നെ വിളിക്കാറില്ല. ഈ ഒരു കാരണം കൊണ്ട് ഈ വര തുടങ്ങിയതിന് ശേഷം ഞാൻ ആരും ഒരു ഫംഗ്ഷന് വിളിച്ചിട്ടില്ല. അവരോട് മറന്നു ഒന്നായിരിക്കും കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ വാപ്പ കുടുംബം അവർക്കെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അതെൻ്റെ തൊഴിലാണ്. അവരെന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ആദ്യം എന്നെ വിളിക്കും. ഓള് കൃഷ്ണനെ വരയ്ക്കുന്നത് എന്താന്ന് ചോദിക്കുന്നവരോട് അവർ മറുപടി പറയും ഓളെ ജോലിയാണ്. ഇനിയിപ്പം അവക്കെന്തെങ്കിലും മതപരമായിട്ട് കിട്ടുകയാണെങ്കിൽ ഓളെ ഖബറിൽ ഓളെ ഉണ്ടാവുള്ളൂ, ഓളങ്ങ് അനുഭവിച്ചോളൂ, നിങ്ങളത് നോക്കണ്ട എന്ന് വാപ്പ കുടുംബം തുറന്ന് പറയും. പക്ഷെ ഉമ്മ കുടുംബം അതല്ല. ഉമ്മ കുടുംബം ഞാൻ എന്തോ പാപം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ എന്നെ അകറ്റി നിർത്തുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പേരിൽ ഇപ്പോൾ ഒരുപാട് സഫർ ചെയ്യേണ്ട വന്നിട്ടില്ലേ ആ ഒരു സമയത്ത്? ഇപ്പം കുറച്ചുകൂടി ആളുകൾക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ ജസ്നയുടെ
ജോബ് ഇതാണ് എന്നുള്ള രീതിയിലൊക്കെ അറിയാം. ആദ്യമൊക്കെ വരച്ചു തുടങ്ങുമ്പോൾ ആദ്യത്തെ പടമൊക്കെ വരയ്ക്കുമ്പോഴേക്കൊക്കെ എന്തായാലും എതിർപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. ആ ഒരു സമയം ഇപ്പോൾ ആലോചിക്കുമ്പോൾ ആദ്യത്തെക്കാട്ടിൽ ഇപ്പോൾ സംബന്ധിച്ച് പറയാച്ചാൽ ഇപ്പോഴാണ് എനിക്ക് എതിർപ്പ് കൂടുതൽ. ആദ്യം എൻ്റെ മതത്തിന് മാത്രമല്ല കഴിഞ്ഞു, ഇപ്പം ഹിന്ദു മതസ്ഥരും കൂടി എതിർപ്പായിട്ട് വരുന്നു. ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുകയാണോ അല്ലേ, അതെന്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പം എൻ്റെ ഫോട്ടോയുടെ കോസ്റ്റ് വെച്ചിട്ടാണെങ്കിൽ ഞാൻ വ്യക്തമായ അല്ല പ്രൈസ് വെച്ചിട്ടാണെങ്കിൽ വ്യക്തമായിട്ട് അതിൻ്റെ കോസ്റ്റ് എത്ര വരും, എന്ത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്. നമ്മളൊരു പേപ്പറിൻ്റെ അകത്ത് ഒരു പെൻസിൽ വെച്ചിട്ട് വരച്ചിട്ട് അത് ഞാൻ 5000-നും 10,000-നും വിൽക്കുകയാണെങ്കിൽ ഓൾക്ക് പറയാം ഓൾ പറ്റിക്കുകയാണ്, മനുഷ്യന്മാരെ കയ്യിൽ നിന്ന് പീഞ്ഞെടുക്കുകയാണെന്ന് പറയാം. ഇത് ഞാൻ എന്ത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്, എനിക്ക് എത്രത്തോളം എക്സ്പെൻസ് വരുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിലെവിടെയാണ് പറ്റിക്കലായിട്ട് വരുന്നത്? പിന്നെ ഒരു മുസ്ലിം സ്ത്രീ അല്ലെ ഒരു മുസ്ലിം വ്യക്തി കൃഷ്ണനെ വരയ്ക്കുമ്പോൾ എവിടെയാണ് പറ്റിക്കലായി വന്നത്? ഒന്നുമില്ല, ഞാൻ അവരുടെ വിശ്വാസം കാക്കുകയല്ലേ. ഒരു മനുഷ്യൻ്റെ അല്ലെ ഏത് മതസ്ഥനോ ആയിക്കോട്ടെ അവൻ്റെ വിശ്വാസം ഒരാൾ കാക്കുമ്പോൾ അതിൽ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഹിന്ദുക്കൾ പറയുന്നത് ശ്രീകൃഷ്ണനെ ഒരു മുസ്ലിം കുട്ടി വരയ്ക്കാൻ പാടില്ല എന്നാണ്. അവർ അത്രത്തോളം ഇഷ്ടമാണെങ്കിൽ എന്തുകൊണ്ട് ഹിന്ദുമതം സ്വീകരിക്കുന്നില്ല? അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമല്ലേ. അത് ഞാൻ എപ്പോഴും ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു കാര്യമാണ്, നമ്മുടെ അച്ഛനും അമ്മനെക്കാട്ടിലും സ്നേഹം തരുന്ന കൂട്ടുകാരൻ്റെ അച്ഛനും അമ്മയും നിങ്ങൾക്കും എനിക്കൊക്കെ ഉണ്ടാവും. അവിടേക്ക് നമ്മുടെ ഇഷ്ടഭക്ഷണം വെച്ച് വെച്ചാൽ അവർ സ്വന്തം മോനെ വിളിക്കുന്നതിൻ്റെ മുമ്പ് നമ്മളെ വിളിക്കൂ, എടാ നിനക്കിഷ്ടപ്പെട്ട ഫുഡാണ് അവിടെ ഉണ്ടാക്കി, നീ വരൂലേ എന്ന് ചോദിക്കൂ. ഇല്ല, നമ്മൾ വരൂല എന്ന് കേട്ടാൽ അമ്മക്കൊരു പാത്രത്തിലാക്കി വെക്കും. ചിലപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും അങ്ങനെ ചെയ്യാറുണ്ടാവില്ല. എന്ന് വെച്ചാൽ നമ്മളെ അച്ഛനെയും അമ്മനെയും നമ്മൾ ഉപേക്ഷിച്ചിട്ട് അവരെടുത്ത് പോവുമോ? അതേപോലെ എനിക്ക് എൻ്റെ മതവും, ഞാൻ എൻ്റെ മതത്തോടുകൂടെ മറ്റൊരു മതത്തെയും കൂടി ചേർത്ത് പിടിക്കുന്ന അല്ലെ സ്നേഹിക്കുന്നതിൽ എന്താ തെറ്റ് വരെ കാണുന്നത്? ഇനിയിപ്പം പറ്റിച്ച് ജീവിക്കാന്നുണ്ടെങ്കിൽ ഞാൻ പറ്റിച്ചല്ല, ഞാൻ നയിച്ചാ ജീവിക്കുന്നത്. 4 ദിവസം ഇരുന്ന് വരയ്ക്കുന്ന ഫോട്ടോ ചില ദിവസം ഉറക്ക് വരെ ഒഴിയുന്നുണ്ട്. ഞാൻ വിൽക്കുന്നത് കണ്ണനെയല്ല, എൻ്റെ കഴിവിനെയാണ്. ഈ വരയ്ക്കാൻ അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ കണ്ടിൻ്റെ പൊന്നോ, ഞാൻ എത്ര വരച്ച് പോസ്റ്റ് ചെയ്തിട്ട് ഇത് ഞാനല്ലോ വരയ്ക്കുന്നത്. എന്ത് ഞാൻ പറയാനാണ്? അതിൽ എനിക്ക് ഏറ്റവും വലിയ രസമായിട്ട് തോന്നിയത് എന്താണെന്നറിയോ? ഒരു ചിത്രകാരന് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പോലും പറ്റൂല ഇത്ര സ്പീഡിൽ വരയ്ക്കാൻ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് 20 സെക്കൻഡുമാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുക. അതിൽ ഓൺ വോയിസും കൊടുക്കണം. ഈ ഒരു 8 മണിക്കൂർ വേണം എനിക്കൊരു ഫോട്ടോ വരച്ച് തീർക്കണമെങ്കിൽ. ഈ 8 മണിക്കൂറിൻ്റെത് 30 സെക്കൻഡ് കിട്ടണമെന്നുണ്ടേ എങ്ങനെ സ്പീഡ് ഇടേണ്ടി വരും? എന്നിട്ട് അയാൾ പറഞ്ഞെന്തെന്നറിയോ, എനിക്ക് പോലും പറ്റൂല ഇത്ര സ്പീഡിൽ വരയ്ക്കാൻ. അയാൾ 20 വർഷമായോല്ലോ വര തുടങ്ങിയിട്ട്. മനസ്സിലായില്ല. എന്നിട്ട് അതിൻ്റെ ചോട്ടിൽ ഞാൻ എന്തോ വെച്ചിട്ട് വരയ്ക്കുകയാണോ അല്ലേ, അതുകൊണ്ടാണല്ലോ എത്ര സ്പീഡിൽ 30 സെക്കൻഡ് കൊണ്ട് ഞാനൊരു ഫോട്ടോ വരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആരാന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ഞാൻ എന്നിട്ടിപ്പം സത്യം പറയാ, ഞാനൊരു പേപ്പറും ഒരു പെൻസിലും, പെന്നുകൊണ്ട് വരയ്ക്കാൻ എനിക്ക് അറിഞ്ഞു കേട്ടോ. പെണ്ണ് തെറ്റിപ്പോയാൽ നമുക്ക് മയ്ക്കാൻ പറ്റൂല. എന്നിട്ട് പേപ്പറും പെൻസിലും ആയിട്ട് കൈ കൊണ്ടുകൊണ്ട് എടുക്കുക. ജസ്നി അല്ല വരയ്ക്കുന്നത്, ഇതാ കണ്ടോ വരച്ചോന്ന് പറഞ്ഞു, അല്ല കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം വരച്ച് കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് എനിക്ക്. പുറത്തിറങ്ങുമ്പോഴൊക്കെ ആളുകളൊക്കെ ചോദിക്കാറുണ്ടോ, അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ ബാക്കിയുള്ള ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും? അങ്ങനെയൊന്നും ചോദിക്കും എൻ്റെ അടുത്ത് ഒരുപാട്. ഞാൻ ഇതിനോടകം ഒരു 1000-ന്റെ പുറത്ത് ഫോട്ടോ വരച്ചു പോയിട്ടുണ്ട്. അവർക്കാർക്കും ഇന്ന് വരെ സംശയമില്ല. കാരണം എൻ്റെ സ്റ്റാറ്റസ് ഞാൻ എന്നും ഇങ്ങനെ എന്തെങ്കിലും വരയ്ക്കുന്നതിൻ്റെ ഇതാക്കുന്നതിൻ്റെ ഒക്കെ ഇടും. എങ്ങനെ ഈ ശ്രീകൃഷ്ണനിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ ആദ്യം അതാ ചോദിച്ചു തുടങ്ങിയത്. അതിനേക്കാട്ടും വലിയ രസമാണ്. ജീവിതത്തിൽ ഏറ്റവും വെറുത്ത പേര് എന്ന് പറയുന്നത് കൃഷ്ണൻ എന്നല്ല കണ്ണൻ എന്നുള്ള പേരാണ്. എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ എന്നെ കണ്ണാന്നാ വിളിക്കുക. അപ്പം എൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് മുസ്ലിം മതസ്ഥർ മാത്രം താമസിക്കുന്ന ഒരു ഏരിയ. ഇത് ഹിന്ദുക്കളൊരു ദൈവമാണെന്ന് എനിക്കറിയാം. അത് ഏതാ സാധനം എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഹിന്ദുക്കൾ ആരാധിക്കുന്ന ഒരു ദൈവം, അത് കണ്ണൻ. അതിൻ്റെ പേരിൽ എന്നെ വിളിക്കുന്ന ഈ മറ്റേ ജാഥ വിളിച്ചു പോവില്ലേ, ഒരു ഫംഗ്ഷന് പോയാൽ ഒരാൾ കണ്ണാന്ന് വിളിച്ചാൽ മതി, ബേക്കുന്ന് കണ്ണാന്ന് വിളിച്ച് ഞാൻ ഒലങ്ങ് തുടങ്ങിക്കോളും. ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പം ഓരോരുത്തന്മാരിങ്ങനെ വിളിക്കും കണ്ണ. പടച്ചോനെ, ഇത് പോണൊരു ദേഷ്യം പിടിച്ചൊരു പേര് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ഇത് പോണ വെറുത്തൊരു പേര്.
അങ്ങനെ ഇരിക്കുകയാണ് ഈ കണ്ണൻ എന്താന്ന് കാണണമല്ലോ, എന്നാലല്ലേ നമുക്കൊന്നും വിലയിരുത്താൻ പറ്റുമേ നമ്മളെ വിളിക്കുന്നതിൽ കാര്യമുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ 2009 പിന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ണനെ കാണുന്നത്. അങ്ങനെയാന്ന് വെച്ചാൽ ഹസ്ബൻഡിന് കല്യാണം കഴിഞ്ഞ് സുഹൃത്തിൻ്റെ വീട്ടിൽ പോയത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജനിച്ച് വളർന്നെടുത്ത് ഈ മുസ്ലിം മതസ്ഥരാണ് കൂടുതൽ എങ്കിൽ എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുപോയെടുത്ത് ഹിന്ദു മതസ്ഥരാണ് കൂടുതൽ. ഞാൻ ജനിച്ച് വളർന്നെടുത്ത് എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ പള്ളിയാണ്. എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുപോയെടുത്ത് വീടിൻ്റെ തൊട്ട് സൈഡിൽ അമ്പലമാണ്. അങ്ങനത്തെ ഒരു മാറ്റത്തിലേക്കാണ് ഞാൻ പെട്ടെന്ന് പോയത്. അങ്ങനെ ഹസ്ബൻഡിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവിടെ നിൽക്കാക്ക കണ്ണാന്നൊരു വിളി. പതിരിങ്ങളെ അവിടുന്നോ ഈ വിളി, ഇവിടെ വന്നപ്പോൾ ഈ പണ്ടാരി ഇത് ഈ ഒരു വിളി തന്നെയാണല്ലോ എന്നുള്ള ഒരു രീതിയിൽ ഞാൻ ഇക്കാക്കനൊരു നോട്ടം നോക്കി കഴിഞ്ഞോടനെ എന്നല്ല ശരിക്കുള്ള കണ്ണനെയാണ് വിളിച്ച്. ഞാൻ ചോദിച്ചു ശരിക്കുള്ള കണ്ണനോ? എടുത്തു. എനിക്ക് ആദ്യമായിട്ട് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി, ഏതാണ് ഈ മുതൽ എന്നുള്ളതൊന്നും അറിയണമല്ലോ. നോക്കുമ്പോൾ മക്കളെ ചെറിയൊരു മക്കള്, ഒരു കുഞ്ഞു വാവ, എല്ലാം എന്ത് രസമാണ് കാണാൻ. ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇട്ട് കണ്ണനെ ശ്രദ്ധിച്ചേക്കോ, ഭയങ്കര ക്യൂട്ടായില്ലേക്ക് കാണാൻ. ഇതെന്താണോ കണ്ണനെന്ന് ചോദിച്ചു ഞാൻ. ഇതാ കണ്ണന്, ഇതിനെ വെച്ചിട്ടാണോ ഇത്രയും കാലം എന്നെ കളിയാക്കി? ഇതിനാണോ ഞാൻ ഇത്രയും അല്ല അത്രയും പ്രാഗിക്ക് തന്നെ പറയാ. എനിക്ക് വേറൊരു പേരും കിട്ടിയില്ല. ഈ കണ്ണന് കൃഷ്ണമുട്ടി, കണ്ണമുട്ടി, കിണ്ണമുട്ടി അങ്ങനെ പിടിച്ച് ഞാൻ ഈ കണ്ണൻ വെച്ചിട്ട് ഇവർ അങ്ങ് തുടങ്ങിക്കോളും. ദേഷ്യം പിടിച്ചാലും എന്താക്കിയാലൊക്കെ ഇവന്മാർ വിളിക്കും. അപ്പം പടച്ചോനെ, ഇതിനെ വെച്ചിട്ടാണോ ഇത്രയും കാലം എന്നെ കളിയാക്കിയെന്നുള്ള സങ്കടമാണോ കുറ്റബോധമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ മക്കളെ. ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എന്താ ഇനി സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, അവിടെ വീടിൻ്റെ അടുത്തൊക്കെ ഹിന്ദു മതസ്ഥരാ. അപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാ വീട്ടിലും ഒന്ന് കയറി ഇറങ്ങുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പം ഇവിടെ കണ്ണനെ കാണുമ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കൽ തുടങ്ങി, ഇതേ കണ്ണൻ. പിന്നെ ആരും ഇങ്ങോട്ട് കാണിച്ചു തരേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. എവിടെ കണ്ണനെ കാണുമ്പോൾ കാണിച്ചു കൊടുക്കും. അങ്ങനെ 2013, 14 കാലഘട്ടങ്ങളിൽ എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക, ഞാനിപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ വീട് പണി നടക്കുന്ന സമയത്ത് ഞങ്ങൾ വീട് പൊളിച്ച് മണ്ണെടുത്ത ഒരു സ്ഥലമായതുകൊണ്ട് ഭയങ്കര ചൂടാണ്. ഞങ്ങളൊരു ഷെഡിലായും താമസം. അപ്പോൾ അതേ സമയം തന്നെ എൻ്റെ രണ്ടാമത്തെ മകളെ ഞാൻ ഗർഭിണിയായിരിക്കുന്നത്. അപ്പോൾ ഈ ചൂട് എനിക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് പുറത്തേക്കൊരു കട്ടിലിട്ട് തന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് വന്ന് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അവിടെ വന്ന് കിടക്കാൻ പോയപ്പം പാർപ്പിന് കൊണ്ടുവന്ന പേപ്പറിൻ്റെ കൂട്ടത്തിൽ ഇതേപോലെ ഒരു ലഡു എടുത്ത് കഴിക്കുന്ന കണ്ണന്. അപ്പം കൊള്ളാമല്ലോ മുതൽ എന്നുള്ള രീതിയിൽ ഞാൻ കുത്തിരുന്ന് വരച്ചതാ, വെറുതെ വരച്ചതാ. ഞാൻ മറ്റേ ഇന്ത്യയുടെ ഭൂപടം മറ്റേ വെളിച്ചെണ്ണ വെച്ചിട്ട് കോപ്പി അടിച്ചില്ലേ, മുതലാ ഉള്ള പറയുന്നതിനെന്താ. അങ്ങനെ ഇത് വെറുതെ കുത്തിരുന്ന് വരച്ച് ഞാൻ കാക്ക വന്നപ്പോൾ കാണിച്ചെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ണൻ അടിപൊളിയാ, പക്ഷെ നിന്റെ പൊരക്കാർ കാണണ്ട, ആ പ്രശ്നമാവുന്നത് എന്ന് വെച്ചാൽ മൂപ്പരെ പൊരക്കാരല്ലേ പറഞ്ഞത്, എൻ്റെ പൊരക്കാരെ. ഞാൻ പറഞ്ഞില്ലേ, ഉമ്മ കുടുംബം കുറച്ച് സ്ട്രിക്റ്റ് ആണ് ആള്. അങ്ങനെ ഞാൻ പറഞ്ഞാൽ ആദ്യമായിട്ട് വരച്ചല്ലേ, നമ്മളൊരു കാര്യം ചെയ്യാം, ശങ്കരേട്ടനെ ഗിഫ്റ്റായിട്ട് കൊടുക്കുക എന്നാണ്. ശങ്കരേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലുള്ള എൻ്റെ ഒരു സുഹൃത്താണ്, ശങ്കര നമ്പൂതിരി എന്നാ പേര്. അപ്പം ഞാൻ പറഞ്ഞ ശങ്കരേട്ടനെ ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആൾ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്ന് ആൾ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. ശങ്കരേട്ടനെ ഗിഫ്റ്റായിട്ട് കൊണ്ടു കൊടുത്തു. അപ്പം ഈ ശങ്കരേട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആൾ അമ്പലത്തിലെ പൂജാരിയാണ്. ഈ ബാധകവും കാര്യങ്ങളൊക്കെ ഒഴിപ്പിക്കുന്നതുകൊണ്ട് ആൾക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ഏജ് ഓവറായപ്പം ഡോക്ടറും പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞ് അവിടെ ഈ കണ്ണൻ വന്നതിന് ശേഷം ചേച്ചി പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഈ കുഞ്ഞ് അബോഷനായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരേതോ ജ്യോത്സ്യരെടുത്ത് പോയതാണ്. അങ്ങനെ ജ്യോത്സ്യരൊക്കെ രാശി വെച്ചപ്പം പറഞ്ഞോലോ വീട്ടിൽ വല്ലാണ്ട് ദൈവസാന്നിധ്യം കാണുന്നുണ്ട്, എന്താ കർമ്മങ്ങളോ കാര്യങ്ങളോ കഴിച്ചോ എന്ന് ചോദിച്ചോലെ. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടില്ല. അപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു മുസ്ലിം കുട്ടി ഒരു കണ്ണൻ്റെ ഫോട്ടോ കൊണ്ട് തന്നിരിക്കുന്നുണ്ട്. ഇത് ഈ ജ്യോത്സ്യർക്ക് അത്ഭുതകരമായിട്ട് കേൾക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ നാടാണ്. ഞാൻ താമരശ്ശേരി പൂനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിംസ് മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയിൽ ഒരു കുട്ടി കണ്ണനെ വരയ്ക്കുക എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കണ്ണനെ ഞാൻ 2009 ആദ്യമായിട്ട് കാണുന്നത് തന്നെ. അതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഹിന്ദുക്കളെ ദൈവമാണ് എന്നറിയാം, എന്തിന് കണ്ണനും കൃഷ്ണനും ഒന്നാണെന്ന് തന്നെ ഞാൻ വരയൊക്കെ തുടങ്ങിയതിന് ശേഷം സത്യമായിട്ട് എനിക്ക് അറിയുന്നത്. എന്താ വെച്ചാൽ വര തുടങ്ങിയാൽ മുമ്പിലുള്ള വീട്ടിലുള്ള സുജാതേച്ചി എനിക്കൊരു ഫോട്ടോ കൊണ്ടുതന്നു, പശുവിൻ്റെ അടുത്ത് നിൽക്കുന്ന കണ്ണന്. അപ്പം അവരാ പറഞ്ഞത് കർണൻ കുറച്ചുകൂടി മുതിർന്നായി, പിന്നെ അത് ഗുരുവായൂരപ്പനായി മാറുകയാണ് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഒരു മനുഷ്യനാണ് എന്നുള്ളത്, അല്ലെ ഒരാളാണ് എന്നുള്ളത് അറിയുന്നത് ആ വഴിക്കാണ്. അങ്ങനെ
ശങ്കരേട്ടന് ഇത് പറഞ്ഞപ്പം അവർ ശങ്കരേട്ടനോട് ചോദിച്ചു ഇവളുടെ പേരും നാളൊക്കെ ഒന്ന് കിട്ടുമെന്ന് ചോദിച്ചു. അയാൾക്ക് ആ ഒരു കൗതുകത്തിൻ്റെ പുറത്തിട്ടോ. അങ്ങനെ എന്നെ വിളിച്ചപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഡേറ്റ് ഓഫ് ബർത്തും ടൈമും എനിക്ക് നാളെ അറിയാം അതും പറഞ്ഞെടുത്ത് ചോദിക്കരുത്, ഞാൻ ആരോടും പറയൂല, ഏകദേശം മനസ്സിലായിണ്ടാവും നാളെ. അങ്ങനെ നാളും പറഞ്ഞു കൊടുത്തു. അപ്പം വലിയ രാശി നോക്കിയിട്ട് കഴിഞ്ഞ ജന്മത്തിൽ അവർ പറഞ്ഞത് എങ്ങനെയാണ്, മറ്റേ മുസ്ലിം ആൾക്കാരെ സഹായിച്ചിട്ട് ഭ്രഷ്ടോ അങ്ങനെ എന്തോ സംഭവമല്ലേ, അങ്ങനെ എന്തോന്നും കിട്ടിയാണെന്ന് പുനർജന്മാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ കഥകൾ പറഞ്ഞു. ഞാൻ ഒരു ചെവി കൂടി കേട്ട് വേറൊരു ചെവി കൂടി കേട്ട്, കാരണം ഞാൻ നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വരച്ച ചിത്രമാണ്. പക്ഷേ ശങ്കരേട്ടനാണ് എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവ്. മൂപ്പരെന്ന് വെച്ചാൽ ഇതൊന്നും വിട്ടില്ല. മൂപ്പര് വീട്ടിൽ ഈ നൂല് കെട്ടാനും ബാധ ഒഴിപ്പിക്കാനും ഒക്കെ വരുന്നവരെടുത്ത് ഈ കഥ പറയലൊടുങ്ങി. ഒരു മുസ്ലിം കുട്ടി കണ്ണനെ വരച്ച കഥ, അതും ചിത്രം വരയ്ക്കാൻ അറിയാത്തൊരു കുട്ടി എന്നുള്ളത് എടുത്തു വെച്ച് പറയൂ, പോരാത്തതിന് എൻ്റെ നാട് പറയൂ, അതിൻ്റെ കൂട്ടത്തിൽ ഈ പണിക്കര് രാശി വെച്ച് കണ്ട കഥയും പറയും. അത് കേട്ട് നോക്കുമ്പോൾ ശങ്കരേട്ടൻ്റെ അടുത്ത് വരുന്നവരൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് വരുന്ന ആൾക്കാരാ. ആ കുട്ടിയുടെ നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിച്ചാൽ എന്നെ വിളിച്ച് നിലവിളിയാണ്. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, ഞാൻ ശരിക്കും എന്താണെന്നറിയോ, ഞാൻ ബെഡ് റെസ്റ്റാണ്, എനിക്ക് ഞാൻ നടക്കുന്ന പോലും ഞാൻ അറിയരുത് എന്ന് പറയുന്ന നിൽക്കുന്ന സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് കിട്ടിയ ഒരു ഇതെന്ന് വെച്ചാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു സമയം പോക്കാണ് ഈ വര. എൻ്റെ ഫോട്ടോ അന്ന് തൊട്ടിട്ട്, ഞാൻ വര തുടങ്ങിയിട്ട് 11 വർഷമായി, അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ ഒറ്റ നോട്ടത്ത് കണ്ണന് സൂപ്പറായിരിക്കും. പക്ഷേ പാർട്സ് ബൈ എടുത്ത് നോക്കിയാൽ മൂക്കും ഇങ്ങോട്ടും കണ്ണും ഇങ്ങോട്ടും ഇരിക്കുന്നുണ്ടാവുക. സത്യമായിട്ട് എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നോക്കാണ്ടി ഒറ്റ നോട്ടത്തിൽ കണ്ണൻ ചിരിച്ചു നിൽക്കുന്ന നല്ലൊരു കണ്ണനായിരിക്കും. പക്ഷേ അത് പാർട്സ് വഴി നോക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. എന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളി, ഞാൻ വരച്ചു തരാം, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് 1 വർഷത്തോളം ഞാൻ ഫ്രീ ആയിട്ടാണ് വരച്ചു കൊടുത്ത്. കാരണം ഈ ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വന്ന്, അപ്പം എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ വേറെ ഒന്നും പണിയില്ല, എൻ്റർടൈൻമെൻ്റായി. കാരണം ബെഡ് റെസ്റ്റ് എന്ന് വെച്ചാൽ വീണപ്പം വയറിനായിപ്പോയി പിടിച്ചിരുന്നത്, അപ്പം അത്രയും അനങ്ങാതെ കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അമ്മക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ ഞാൻ വരച്ചു തുടങ്ങിയ. 1 വർഷം കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വന്ന്, ഇത് കുറയുന്നില്ല. ഒരാൾ വാങ്ങി അത് അടുത്ത ആളെടുത്ത് പാസ് ചെയ്യലൊടുങ്ങി, ആ അടുത്ത ആളെടുത്ത് പാസ് ചെയ്യലൊടുങ്ങി, കോഴിക്കോട് ജില്ല വിടാൻ തുടങ്ങി. അപ്പം കാക്ക പറഞ്ഞ് നിർത്തിക്കോ, എന്നെ കൊണ്ടാകുന്നില്ല നിനക്ക് പൈസ ചിലവാക്കാൻ. കാരണം കാക്ക നയിച്ചു കൊണ്ടുവരിക, ഞാൻ സാധനങ്ങൾ മേടിപ്പിക്കുക, ഫ്രീ ആയിട്ട് വരിക. കാരണം ഇത് അവരുടെ ആഗ്രഹം സാധിക്കോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയൂല. അപ്പം നമ്മളിതൊന്നും ഒരു ഉറപ്പില്ലാതെ നമ്മൾ അവരുടെ അടുത്തുനിന്ന് പൈസ മേടിക്കുന്നതിൽ ഒരു കാര്യവും ഇല്ലല്ലോ. അങ്ങനെ ഇക്കാക്കത് പറഞ്ഞതിന് ശേഷം ഞാൻ ചിലവിൻ്റെ പൈസ മേടിക്കൽ തുടങ്ങി. പിന്നെ അതിലേക്കൊരു 10 റുപ്യ നയിപ്പിൻ്റെ പൈസയാക്കി. അങ്ങനെ 10 വർഷത്തോളമായി ഞാൻ കണ്ണനൊരു വരുമാന മാർഗമായിട്ട് സോഷ്യൽ മീഡിയ പോലെ ബിസിനസ്സുകാരിയായിട്ട് ജീവിക്കുന്നു. ഇതൊരു വല്ലാത്തൊരു കഥ കേട്ടോ. ശരിക്കും അല്ല, ഞാനും എന്നെ ചിന്തിക്കൂ, എൻ്റെ കുടുംബത്തിൽ നിങ്ങളിപ്പോൾ ചോദിച്ചല്ലോ ഈ ഒരു കാരണത്തിൻ്റെ പേരിലാണോ ഉമ്മ കുടുംബത്തിൽ അടുപ്പിക്കാത്തത്. ഉമ്മ കുടുംബത്തിൽ അടുപ്പിക്കാത്തോ എല്ലാ മനുഷ്യരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്നെ കണ്ണാന്ന് വിളിച്ചിട്ടുണ്ടാവും. അതെങ്ങനെ വിളിച്ചു? ഇവർ അത്രയും വിശ്വാസികളാ, പിന്നെ അവരെന്തിനു വിളിച്ചു എന്നെ? ഞാൻ എന്തിനു വരച്ചു? അതൊന്നും ഒരു കഥയെ ചോദ്യമല്ല. അതാണ്. ഇപ്പോൾ സുരേഷ് ഗോപി സാറിൻ്റെയും അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് വരെ ഈ ചിത്രം എത്തിക്കാൻ സാധിച്ചത്, അപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോഴേക്കും ഇപ്പോൾ ഒരു ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് അത് ഫീൽ ചെയ്യുന്നില്ലേ? നരേന്ദ്രമോദിജിൻ്റെ അടുത്തും സുരേഷ് ഗോപിൻ്റെ അടുത്തും മാത്രമല്ല ഞാൻ എൻ്റെ ഫോട്ടോ എത്തിയത്. മോഹൻലാൽ ഉണ്ട്, ദിലീപ് ഉണ്ട്, ജയറാം ഉണ്ട്, മനോജ് കെ ജയൻ ഉണ്ട്, ഉണ്ണി മുകുന്ദനുണ്ട്, അനുശ്രീ ഉണ്ട്, ഗോപാലേട്ടനുണ്ട്, അമൃതാനന്ദമയുണ്ട്, ഈ ശ്രീധരൻ സാറുണ്ട്, ഗുരുവായൂർ തന്ത്രി ഉണ്ട്. അങ്ങനെ പിടിച്ച് ഞാനതാ പറയുന്നത്. ഈ സോഷ്യൽ മീഡിയ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഒറ്റ ചിത്രം മാത്രമേ വരയ്ക്കുള്ളൂ. ഞാൻ വരച്ചു തുടങ്ങിയത് വണ്ണക്കണ്ണൻ്റെ മറ്റേ ലഡു എടുത്ത് കഴിക്കുന്ന കണ്ണന്മേലാണ് തുടക്കം ഇട്ടത്. അപ്പോഴും ശങ്കരേട്ടൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അതുമ്മലാണ് തുടക്കം ഇട്ടത്. ഞാൻ 2 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. ശങ്കരേട്ടനെയും ശങ്കരേട്ടൻ്റെ മോനെയും, അവനെ കണ്ണാന്നാ വിളിക്കുക, ആ കണ്ണനെയും ഞാൻ അന്ന് വരച്ച് പരീക്ഷിച്ച ഗണപതിനെയും
ഗണപതിനെയും ധനലക്ഷ്മിനെയും ഒക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. കാരണം കണ്ണം മാത്രം ആയിട്ട് മുന്നോട്ട് പോകരുത് എന്നുള്ളതുകൊണ്ട് ബാക്കി പലതും ട്രൈ ചെയ്തു നോക്കിയതാണ്. പക്ഷെ എൻ്റെ ട്രൈ നടന്നില്ല. കണ്ണൻ മാത്രമായിട്ട് അല്ല, ഞാൻ കണ്ണം മാത്രം വരച്ചപ്പം വലിയ ബിസിനസ് മൈൻഡ് എന്നുള്ള രീതിയിലൊക്കെ വന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ വേറെയും വരയ്ക്കുന്നുണ്ട്. അങ്ങനെ ഗണപതിനെ വരച്ചു നോക്കി, നന്നായില്ല. പിന്നെ ഈ പറഞ്ഞ കണ്ണം കുറച്ചുകൂടി മുതിർന്നത് വരച്ചു നോക്കി. ഞാൻ പറഞ്ഞില്ലേ അടുത്ത വീട്ടിലെ ചേച്ചി കൊണ്ടുതന്ന് അത് വരച്ചു നോക്കി, നന്നായില്ല. അങ്ങനെ ഇരിക്കുകയാണ് എനിക്കൊരു ധനലക്ഷ്മിൻ്റെ ഓർഡർ കിട്ടി. എൻ്റെ നാട്ടിൽ പിന്നെ ഓടക്കാളി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ഇവരൊരിക്കൽ കണ്ണനെ മേടിച്ചു. അപ്പോൾ ഇവരെന്നോട് ചോദിച്ചു ഒരു ധനലക്ഷ്മിനെ വരച്ചിടാൻ പറ്റുമോ? എനിക്ക് കിട്ടിയ ചലഞ്ചല്ലേ. കാരണം ഇത് നമ്മൾ വരച്ചിട്ട് കാര്യമില്ലല്ലോ, ഇത് ആരെങ്കിലും മേടിക്കാനോടും വേണ്ടേ. അപ്പം ഭയങ്കര കോൺഫിഡൻറ്റോടുകൂടെ വരച്ചതാ. ധനലക്ഷ്മി ആയിട്ട് വന്നില്ല, ദരിദ്രലക്ഷ്മി എന്ന് പറയാ. സത്യം പറയാ, കോങ്കണ്ണായിട്ട് മെലിഞ്ഞൊട്ടിയൊരു ധനലക്ഷ്മി എനിക്ക് പറ്റിയില്ലടോ. കുറേ ട്രൈ ചെയ്ത് നോക്കിയതാ, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്ത് നോക്കി. പക്ഷെ അതൊന്നും പറ്റുന്നില്ല. ഈ കണ്ണന് അത് കുഞ്ഞു കണ്ണന്മാരുണ്ടല്ലോ, ബേബി കണ്ണന്മാർ, അവന്മാരെനിക്ക് ഉഷാറായിട്ട് വരയ്ക്കാൻ പറ്റും. അത് എൻ്റെ ഒരു ഫോട്ടോ അല്ലെ, ഞാനിപ്പം ഈ പറഞ്ഞതുപോലെ ഒറ്റ ഫോട്ടോയെ വരയ്ക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇനി മുമ്പോട്ട് ഗുരുവായൂർ, ഞാൻ ഇപ്രാവശ്യം എന്നെക്കാട്ടിലും പൊക്കമുള്ളൊരു ഫോട്ടോ ആണ് കൊടുക്കുന്നത് വെണ്ണക്കണ്ണന്. അതിന് ശേഷം ഞാൻ ഇനി ഈ വർഷത്തിൽ 2 പ്രാവശ്യം ഞാൻ ഫോട്ടോ കൊടുക്കാറുണ്ട്. അത് വേറെ മോഡൽ ഫോട്ടോ കൊടുക്കും. കാരണം ഞാൻ ഒന്നേ വരയ്ക്കുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ സോഷ്യൽ മീഡിയ എന്നെ കൊല്ലാൻ തുടങ്ങി. അപ്പോൾ ഇതിന് കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ സിഗ്നേച്ചർ ഐറ്റം ആക്കിയെടുത്തതാണിത്. അതിന് ഞാൻ വർഷങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്രയും സെലിബ്രിറ്റീസിന് കൊടുത്ത്, ഇത്രയും ആയിരക്കണക്കിന് ഫോട്ടോ വരച്ച്, ആയിരക്കണക്കിന് വീട്ടിൽ അത് എത്തിച്ച്, എന്നെ കണ്ടാൽ തിരിച്ചറിയാത്തോലെ എൻ്റെ കണ്ണനെ കണ്ടാൽ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എൻ്റെ സിഗ്നേച്ചർ ഐറ്റം ആക്കി മാറ്റിയിട്ട് സോഷ്യൽ മീഡിയ നിസ്സാരമായിട്ട് പറഞ്ഞു അതൊക്കെ ഒന്നേ അറിയും. കാരണം എനിക്കതാണ് ഇപ്പോൾ ഓർഡർ ഉള്ളത്. ഒരു വീട്ടിലേക്ക് 2 എണ്ണം വേണമെങ്കിൽ ആ 2 ഒന്നാണ് അവരെ ഏൽപ്പിക്കുന്നത്. എനിക്ക് കൈ വഴങ്ങിയത് അതാണ്. അപ്പം നമുക്ക് വരുമാനം കിട്ടുന്നത് നമ്മൾ വഴക്കം ഏതാണോ അതല്ലേ മുമ്പോട്ട് കൊണ്ടുപോവുക. അതുകൊണ്ട് അതിന് മാറ്റം വരുത്തുന്നത് ഇനി തൊട്ടിട്ട് ശ്രീകൃഷ്ണ ജയന്തിക്കും വിഷുവിനും ഈ വലുത് കൊടുത്തതിന് ശേഷം ഞാൻ വേറെ എൻ്റെ ഫോട്ടോസ് മുമ്പ് വരച്ചത് എൻ്റെ ഇൻസ്റ്റയിലൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം. ഫേസ് എല്ലാം ഒരു പോണായിരിക്കും, ഏട്ടൻ അനിയന്മാരെ പോലെ ആയിരിക്കും. രൂപം മാറ്റം ഉണ്ടെങ്കിലും ഫേസ് ഒരേപോലെ ആയിരിക്കും. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു രീതിയിൽ പെട്ടെന്ന് മൈൻഡിൽ വരുന്നതുകൊണ്ടാണ്. എനിക്ക് അറിഞ്ഞൂടാ അതെന്തെന്നാണ്, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും എൻ്റെ ഫോട്ടോ ആണ്. ഇപ്പോൾ ലൈഫ് എങ്ങനെയാണ് പോകുന്നത്? അല്ലെങ്കിൽ ഇപ്പം ആ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സ്വാമി ഭദ്രാനന്ദയൊക്കെ വന്നിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട്. അപ്പോൾ ഒരുപാട് പേര് ആ ഒരു സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഒരുപാടൊന്നും പറയാനില്ല. ഇപ്പം സാമിനെ പോലെയുള്ളവര്, പിന്നെ എടുത്തു വെച്ച് പറയേണ്ട ഗോകുലം ഗോപാലേട്ടനെ പോലെയുള്ളവർ, വിരലിലുണ്ടാകുന്ന ആൾക്കാരെ നമുക്കൊരു മനുഷ്യർക്കാണല്ലോ അഹങ്കാരം ഉണ്ടാവുക എന്ന് പറയല്. ഞാൻ അഹങ്കരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ ചുറ്റിലുള്ള ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടാവുന്നു. വെറുതെ തോന്നുകടോ നമുക്ക് നമ്മളുടെ കൂടെ ആരുണ്ടാവും എന്ന് യഥാർത്ഥത്തിൽ അറിയണമെന്നുണ്ടേ നമുക്കൊരു കഷ്ടകാല സമയം വന്നു നോക്കണം. അപ്പം നമുക്ക് ശരിക്കും മനസ്സിലാവും നമ്മുടെ കൂടെ ആരുണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഈ സ്വാമി എനിക്ക് പരിചയം കൂടിയില്ല ഈ അദ്ദേഹത്തെ. പക്ഷെ അദ്ദേഹം എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ലൈഫിൽ അനുഭവിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ അമ്മനെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് അന്ന് മോശമായിട്ട് പറഞ്ഞത്. ഇന്ന് എൻ്റെ അനിയനെ വെച്ചിട്ടാണ് എൻ്റെ ഭർത്താവാക്കി മാറ്റിയത്. ചെയ്യാത്ത തെറ്റിനാണ് എന്നെ സോഷ്യൽ മീഡിയ ക്രൂശിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ കാല് മുറിഞ്ഞോൻ്റെ വേദന അറിയണേ ഒരു മുള്ളെങ്കിലും കുത്തിയ അനുഭവം ഉണ്ടാവണമെന്ന് പറയല്ലേ. അങ്ങനത്തെ ഒരു മനുഷ്യൻ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. അത് കണ്ണനായിട്ട് കൊണ്ടുവന്നാന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതേപോലെ കൈവിടാത്ത ഒരു മനുഷ്യൻ ഗോപാലേട്ടൻ മാത്രമേ ഉള്ളൂ. ഗോപാലേട്ടൻ്റെ പേര് ഇതിലേക്ക് എടുത്തിട്ടിട്ട് പോലും എന്നെ കൈവെടിയാത്തൊരു മനുഷ്യൻ ആ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ഇപ്പം അങ്ങനെ ലൈഫ് പോകുന്നത്, ഇപ്പം ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഓക്കെ ആയി വരുന്നു. ലൈഫിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 ദിവസം മുമ്പ് ഹോസ്പിറ്റലിലായിരുന്നു. അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ, നീ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ അബദ്ധമാണ് നീ കാണിച്ചത്. ചെയ്യാൻ വേണ്ടിയിട്ട് പറയല്ല, ഇനി ആരും ചെയ്യരുത് എന്ന് വെച്ചിട്ടും പറയല്ല. ഡോക്ടർ പറഞ്ഞ ഡയലോഗ് കേട്ടോ. ആര് സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിക്കുമ്പോൾ ഈ ഗുളിക ഓവർഡോസ് ആയിട്ട് കുടിക്കാൻ ശ്രമിക്കരുത്. കാരണം ഇതിൻ്റെ സൈഡ് എഫക്റ്റ് വരിക എന്ന് വെച്ചാൽ മാസങ്ങൾക്ക് ഇപ്പറാണോ അല്ലേ.
അല്ലേ അന്ന് ബേബി മെമ്മോറിയൽ എന്ന് പറഞ്ഞത് 2 ദിവസം കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തിനാ ബാധിച്ചേ എന്നുള്ളതെന്ന്. അതേപോലെ ഇതൊരു മാസം കഴിഞ്ഞാലാണല്ലോ സൈഡ് എഫക്റ്റ് വരിക. നമ്മൾ നരകിച്ച് മരിക്കാനുള്ളൊരു വഴിയാണല്ലോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞാൻ ലൈഫിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വരുമായിരിക്കും. കണ്ണനിന്റെ കൂടെ എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ട്. അത് വിശ്വസിക്കുന്നുണ്ട്. കണ്ണനല്ലാതെ വേറെ ആരുണ്ടാവാനോടോ കൂടെ. ഇപ്പോൾ ഇനിയും ഒരുപാട് ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ പറ്റട്ടെ. എന്താ പറയുക, എല്ലാ ഹെൽത്തും എല്ലാം ഓക്കെ ആയി പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാൻ പറ്റട്ടെ. ഇൻഷാ അല്ലാഹ്.